ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാട്ടോ. പിന്നെ ഉപ്പിലിട്ടത് പാക്ക് ചെയ്യണ ജോലിയിലാണ്. ഇതാണ് ഇങ്ങനെ പാക്ക് ചെയ്യണ്. അതിലൊഴിക്കാനുള്ള വെള്ളം ഇട്ടത്. അപ്പം എൻ്റെ ഡ്യൂട്ടി ഇതാണ്. ഇന്ന് കാൽനട യാത്ര ഇല്ല. അപ്പം എൻ്റെ ജോലിയാണ് ഇട്ടത്. ഇന്ന് രാവിലെ ചായക്ക് കഴിക്കാൻ എന്താണ് കേട്ടോ, കാവത്ത് പുഴുങ്ങിയതാണ്. കാവത്ത് പക്ഷേ മൂപ്പ് കൂടിയതുകൊണ്ട് ഇതിങ്ങനെ ചുവന്നിട്ടിരിക്കുന്നു. നല്ല വെളുത്തിരിക്കും കാവത്ത്, പക്ഷെ ഇതെന്താണാവോ അറിയില്ല, ചുവപ്പ് കളറായി മൂത്തിട്ടാന്ന് തോന്നുന്നു. ഇത് എന്താ പറയുക, പറിക്കേണ്ട സമയം കഴിഞ്ഞിട്ടാ തോന്നുന്നു. കറക്റ്റ് സമയമായിട്ടില്ല, കാവത്തൊന്നും പറിക്കേണ്ട സമയമായിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ കുറച്ച് നേരത്തെ നട്ടതെന്നൊന്നും പറയാൻ വയ്യ. വളമൊന്നും ഇട്ടിട്ടൊന്നല്ല നട്ടത്. എൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടിട്ട് അത് പന്നി മാന്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ദേഷ്യവും വിഷമത്തിന് അവിടെ നിന്ന് ഇട്ടിട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി ഒരു കുഴി ഉണ്ടായിരുന്നു, അതിൽ കൊണ്ടുപോയി ഇട്ടതാണ്. അത് രണ്ട് മരങ്ങളുടെ ഇടയിലായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇട്ട് പിന്നെ അത് മുളച്ച് ഒക്കെ ആയപ്പോൾ അതിന് ഒരു കുറച്ച് കരിയിലയും ഇതൊക്കെ ഇട്ട് കുറച്ച് വെണ്ണൂറൊക്കെ ഇട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് പോന്നു. അങ്ങനെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പറിച്ചിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് നല്ല വെള്ള കളറല്ല. പുഴുങ്ങിയപ്പോൾ ഇതേന് ചോന്നിട്ടിരിക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. അത് വെന്തിട്ടുണ്ട്, പക്ഷെ അതില്ല, നൂറില്ല എന്ന് പറയും. അത് പൊടി ഉണ്ടാവുമല്ലോ, കിഴങ്ങിന് പൊടി ഉണ്ടാവുമല്ലോ, അതില്ല. അതുണ്ടാവണമെങ്കിൽ കാറ്റ് വീശണം. നമുക്ക് കാറ്റൊന്നും വീശിയിട്ടില്ലല്ലോ, മഴയല്ലേ ഇപ്പം അടുത്ത് തന്നെ പെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറിച്ചിട്ട് കുറച്ചുകൂടി ഉണ്ട്. അതവിടെ വെച്ചാൽ കാറ്റൊക്കെ വീശുമ്പോൾ ശരിയാവും തോന്നുന്നു. ഈ ചുവന്ന കളറാവണത് മാറില്ല കേട്ടോ. ചുവന്ന കളറാണെന്ന് മാറില്ല. ഇതിന് പൊടി വരും. കാറ്റൊക്കെ വീശി ഇതിന് നീരൊക്കെ വലിയാന്നൊക്കെ പറയും. കിഴങ്ങുകൾക്ക് നീര് വലിയാണ്ടെന്നൊക്കെ പറയും. അതുപോലെ അപ്പം അത് നീര് വലിഞ്ഞാൽ പൊടിയാവും, തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇത് പക്ഷേ ഈ ചുവപ്പ് കളർ എന്തായാലും മാറില്ല. അതിന് മൂപ്പ് കൂടിയിട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ വിചാരിക്കണം. പിന്നെ കട്ടൻ ചായ ഉണ്ട്. കട്ടൻ ചായയിൽ പദം ഉള്ളത് എന്താണെന്നറിയോ? കുഴലിലെ വെള്ളമായതുകൊണ്ടാണ്, കുഴൽ കിണറിലെ വെള്ളം. അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ വിശേഷതാണ്. വലിയ കിഴങ്ങ് തിന്നാൻ എനിക്കിഷ്ടമല്ല. ഈ കാവത്ത് അങ്ങനെ ഞാൻ കഴിക്കില്ല. അതൊന്നും കുറേ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും കുറേശ്ശൊക്കെ കൊടുത്ത്, പിന്നെ അനിയത്തിക്ക് കൊടുക്കണം, ഉമ്മാക്ക് കൊടുക്കണം. അപ്പം അനിയത്തി ഹോസ്പിറ്റലിലായ കാരണം അനിയത്തി വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ വരും. അപ്പോൾ അവൾക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഒന്നും കഴിക്കാനില്ല. അപ്പം ഞാൻ ഇന്നൊരെണ്ണം പുഴുങ്ങി നോക്കിയതാണ്, ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഇത്ര തന്നെ പുഴുങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഈ 2 കഷ്ണം തന്നെ പുഴുങ്ങിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതിന് കൊടുക്കണം. അതിന് കൊടുത്തിട്ടില്ല. അവരൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇത് ഇങ്ങനെയല്ല, കഷ്ണം ഇങ്ങനെ വേവിച്ചിട്ട് ഉടച്ചിട്ട് അതിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വിരകിയിട്ട് ടീസ്പൂൺ കൊണ്ട് കോരി തിന്നും. അങ്ങനെ തിന്നണവരുണ്ട്. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയാലും ഇഷ്ടമല്ല. എന്നാലും ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ 2 കഷ്ണം മാത്രം, ഈ 2 കഷ്ണം തന്നെ ഉള്ളൂ, അത് പുഴുങ്ങി നോക്കിയതാണ്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. വൈകിട്ട് വരാം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു.